ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ചാപ്റ്റർ 3, അതുപോലെ തന്നെ +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ചാപ്റ്റർ 10 ആയിട്ട് വരുന്ന ഫങ്ഷൻസ് എന്ന ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ. ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫങ്ഷൻസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫങ്ഷൻസ് എന്താണെന്ന് പരിചയപ്പെടാം. In C++, function is the way to divide large programs into smaller subprograms. നമുക്ക് ലാർജ് പ്രോഗ്രാംസിനെ സ്മോളർ സബ് പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് C++ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ഫങ്ഷൻസിനെ നമുക്ക് മെയിൻലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തേത് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഓർ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ. രണ്ടാമത് വരുന്നതാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. അപ്പോൾ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസിൻ്റെ ഉദാഹരണങ്ങളാണ് മെയിൻ, SQRT, ഗെറ്റ്സ്, ഗെറ്റ് ക്യാർ എന്ന് പറയുന്ന ഫങ്ഷൻസ്. അപ്പോൾ ഈ ബിൽറ്റ് ഇൻ ഫങ്ഷൻസിൻ്റെ പ്രത്യേകത എന്താ? അതായത് ഈ ഫങ്ഷൻസ് എല്ലാം ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫങ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഫങ്ഷൻസ് ഉപയോഗിക്കുക. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ബോധറിയേണ്ട ആവശ്യമില്ല, അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ SQRT എന്ന് പറയുന്ന ഫങ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? സ്ക്വയർ റൂട്ട് കാണുന്നതിനെയാണ്. നമ്മുടെ പ്രോഗ്രാമിൽ സ്ക്വയർ റൂട്ട് കാണുന്ന ഒരു ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അതായത് ഈ ഫംഗ്ഷൻസ് കൂടാതെ തന്നെ, അതായത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് കൂടാതെ തന്നെ ചിലപ്പോൾ നമുക്ക് നമ്മുടേതായ ഫംഗ്ഷൻസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും, നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പം ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. വി ക്യാൻ ഡിഫൈൻ ഫംഗ്ഷൻസ് ഫോർ എ സ്പെസിഫിക്, ഓരോരുത്തർക്കും ഒരു സ്പെസിഫിക് ടാസ്കിനനുസരിച്ചുള്ള ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാം. കോൺസെപ്റ്റ് ഓഫ് മോഡുലർ പ്രോഗ്രാമിംഗ്. മോഡുലർ പ്രോഗ്രാമിൻ്റെ കോൺസെപ്റ്റ് ആണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഉദാഹരണമായിട്ട് ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ സ്കൂൾ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്കറിയാം, സ്കൂൾ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ ഓപ്പറേഷൻസ് ആയിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെ ടാസ്ക് ആയിരിക്കും പെർഫോം ചെയ്യേണ്ടത്. ഇവിടെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും, അതുപോലെ ഇവാലുവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായിരിക്കും, സ്റ്റാഫ് മാനേജ്മെൻറ്റ്. ഇതൊക്കെയാണ് ഒരു സ്കൂളിൽ വരുന്ന മെയിൻ ടാസ്ക്സ് അല്ലെങ്കിൽ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണല്ലേ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ സ്കൂളിൽ ഒരു പ്രിൻസിപ്പൽ ഉണ്ടാവും, പ്രിൻസിപ്പലിൻ്റെ താഴെ PTA വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, ടീച്ചിങ് സ്റ്റാഫ് അല്ലാതെ നോൺ ടീച്ചിങ് സ്റ്റാഫും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എൻ്റയർ ആ സ്കൂളിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതായത് ഓരോരുത്തരും അവരവരുടെ ടാസ്കോടെ പെർഫോം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് ഇവിടെ സ്കൂൾ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ ബിഗ്ഗർ ടാസ്കിന്, അതായത് സ്കൂൾ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഈ ബിഗ്ഗർ ടാസ്കിന് നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ഇൻ ടു സ്മോളർ ടാസ്കസ് അല്ലെങ്കിൽ മൊഡ്യൂൾസ്. സ്മോളർ ടാസ്കസ് ആയി ഡിവൈഡ് ചെയ്യും, അതായത് ഓരോ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ മൊഡ്യൂൾസ് അപ്പോൾ ചിലപ്പോൾ പാരലായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ ഒരേ സമയം തന്നെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന അതേ സമയത്ത് തന്നെ ഇവാലുവേഷൻ നടക്കുന്നുണ്ടാവും. സോ അതെല്ലാം നമുക്ക് അതിൻ്റെതായ രീതിയിൽ വർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, നമ്മുടെ സ്കൂൾ സോഫ്റ്റ്വെയറിലേക്കാണ് കൊടുക്കുന്നത്. അതായത് മൊഡ്യൂൾസ് ആർ ഇൻറ്റഗ്രേറ്റഡ് ടു ബിൽഡ് സോഫ്റ്റ്വെയർ. അവസാനം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എപ്പോഴും ഒരുമിച്ചായിരിക്കും, അല്ലേ? അതായത് ഈ എൻ്റയർ ടാസ്കിനെ, ചെറിയ ചെറിയ ടാസ്കിനെല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ സ്കൂൾ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ഇൻ പ്രോഗ്രാമിംഗ് ദ എൻ്റയർ പ്രോബ്ലം വിൽ ബി ഡിവൈഡഡ് ഇൻ ടു സ്മോൾ സബ് പ്രോബ്ലംസ് ദാറ്റ് ക്യാൻ ബി സോൾവ് ബൈ റൈറ്റിംഗ് സെപ്പറേറ്റ് പ്രോഗ്രാം. അതായത് എൻ്റയർ പ്രോബ്ലത്തിനെ നമ്മൾ ചെറിയ ചെറിയ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനുശേഷം ഓരോ സബ് പ്രോബ്ലംസിനും എന്താവും, ഓരോ സെപ്പറേറ്റ് പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പം ഇങ്ങനെയാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യുന്നത്. ദിസ് കൈൻഡ് ഓഫ് അപ്രോച്ച് ഈസ് നോൺ ആസ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ഇനി നമുക്ക് ആ മോഡുലാർ പ്രോഗ്രാമിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. നമുക്ക് ലാർജ് പ്രോഗ്രാംസ് ഉണ്ടാവും. ഈ ലാർജ് പ്രോഗ്രാംസിനെ നമ്മൾ സബ് പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഉദാഹരണത്തിന് സബ് ടാസ്ക് 1, അതുപോലെ സബ് ടാസ്ക് 2, അതുപോലെ സബ് ടാസ്ക് 3. അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര സബ് ടാസ്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ബിൽഡ് ചെയ്യും. അതായത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ വലിപ്പം അനുസരിച്ച് അല്ലെങ്കിൽ ആ കോംപ്ലക്സിറ്റി അനുസരിച്ച് അതിനെ ഡിഫറെൻറ്റ് സബ് ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ ഓരോ സബ് ടാസ്കിനെയാണ് നമ്മൾ ഓരോ മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. അതായത് സബ് ടാസ്ക് 1 എന്ന് പറയുന്നത് ഒരു മൊഡ്യൂളാണ്, സബ് ടാസ്ക് 2 അടുത്ത മൊഡ്യൂളാണ്. ഈ ഓരോ മൊഡ്യൂൾസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് പ്രോഗ്രാംസ് ചെയ്യും. അപ്പം ഇങ്ങനെ ലാർജ് പ്രോഗ്രാംസിനെ ഡിഫറെൻറ്റ് സബ് ടാസ്ക് ആക്കി മാറ്റുന്ന പ്രോഗ്രാമിംഗ് മെത്തേഡിനെ നമ്മൾ പറയുന്ന പേരാണ് മോഡുലറൈസേഷൻ. ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാംസ് ഇൻ ടു സ്മോളർ സബ് പ്രോഗ്രാംസ് ഈസ് കോൾഡ് മോഡുലറൈസേഷൻ.
അപ്പോൾ ഇവിടെ ഓരോ സബ് പ്രോഗ്രാംസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫങ്ഷൻസ്. ദ സബ് പ്രോഗ്രാംസ് ആർ ജനറലി കോൾഡ് ഫങ്ഷൻസ്. അടുത്തതായിട്ട് മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ഈ മോഡുലാർ പ്രോഗ്രാംസിന്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് റെഡ്യൂസസ് ദ കോംപ്ലക്സിറ്റി ആൻഡ് സൈസ് ഓഫ് ദി പ്രോഗ്രാം. സെക്കൻഡ് വൺ, it makes the program more readable. Third one, it improves reusability and makes the debugging process easy. It reduces the complexity and size of the program. അപ്പോൾ നമ്മൾ പറഞ്ഞു മോഡുലാർ പ്രോഗ്രാമിങ്ങിൽ എന്താ ചെയ്യുന്നത്? ആ വലിയ പ്രോഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ 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 സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഉദാഹരണത്തിന് നിങ്ങൾ കാൽക്കുലേറ്ററിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക. അതായത് കാൽക്കുലേറ്ററിന് ബേസിക്കലി 3 ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണ്? നമുക്ക് അഡീഷൻ നടത്താം, സബ്ട്രാക്ഷൻ നടത്താം, ഡിവിഷൻ നടത്താം. അപ്പോൾ ഈ 3 തൽക്കാലം ഓർക്കുക. ഈ 3 ഓപ്പറേഷൻസ് നിങ്ങൾ ഒരുമിച്ച് എഴുതുകയാണ്. അതായത് അഡീഷൻ നടത്താനുള്ള ഓപ്പറേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ ഇതെല്ലാം ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ ആ പ്രോഗ്രാം വളരെ കോംപ്ലക്സ് ആയിരിക്കും. പുറത്തുനിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് വളരെ ഷഫിൾ ചെയ്തായിരിക്കും കാണുന്നത്. അതേസമയം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ പ്രോഗ്രാമിനെ തന്നെ നിങ്ങൾ ഓരോ പ്രോഗ്രാമിങ്ങിന് ഓരോ നെയിം കൊടുക്കുന്നു. അതായത് അഡീഷൻ ചെയ്യേണ്ട ഓപ്പറേഷന് അഡീഷൻ എന്ന പേര് കൊടുത്ത് ഒരു സെപ്പറേറ്റ് പ്രോഗ്രാം ആക്കുന്നു. സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യേണ്ട ഓപ്പറേഷൻസിന് സബ്ട്രാക്ഷൻ എന്ന പേര് കൊടുത്ത് ഒരു സെപ്പറേറ്റ് പ്രോഗ്രാം ആക്കുന്നു. ഡിവിഷനും അതുപോലെ തന്നെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ പ്രോഗ്രാമിൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതായത് ഫസ്റ്റ് പോയിന്റ്, അതായത് ദ മോഡുലാർ അപ്രോച്ച് ഹെൽപ്സ് ടു ഐസൊലേറ്റ് റിപ്പീറ്റിംഗ് ടാസ്ക് ആൻഡ് റൈറ്റ് ഇൻസ്ട്രക്ഷൻ ഫോർ ദിസ്. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ റിപ്പീറ്റിംഗ് ടാസ്ക് ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ റിപ്പീറ്റിംഗ് ടാസ്ക് ആയിട്ടുള്ളതിനെല്ലാം ഒറ്റ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സബ് പ്രോഗ്രാം ഒക്കെ എടുക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ പ്രോഗ്രാമിൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ വി ക്യാൻ അസൈൻ ദ നെയിം ടു ദി സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ദിസ് ക്യാൻ ബി ഇൻവോക്ഡ് ബൈ യൂസിങ് ദാറ്റ് നെയിം. ദസ് ദ പ്രോഗ്രാം സൈസ് ഇസ് റെഡ്യൂസ്ഡ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ എന്നിങ്ങനെ ഡിഫറെൻറ്റ് സബ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് അഡീഷൻ നടത്തേണ്ട എല്ലാ സാഹചര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? ഈ അഡീഷൻ എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻ കോൾ ചെയ്താൽ മതി. അപ്പോൾ എന്താ സംഭവിക്കുന്ന? പ്രോഗ്രാമിൻ്റെ സൈസും കുറയ്ക്കാം, അതുപോലെ തന്നെ അതിൻ്റെ കോംപ്ലക്സിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ലെസ് ചാൻസ് ഓഫ് എറർ ഒക്യൂറൻസ്. അപ്പോൾ ഇവിടെ എറർ വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അതായത് ഇവിടെ ഓരോ സബ് പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സബ് പ്രോഗ്രാംസും സെപ്പറേറ്റ് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആണ് നമ്മൾ അതിൻ്റെ കോഡ് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോന്നിനും ശ്രദ്ധ കൊടുത്തിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എറർ വരാനുള്ള ചാൻസ് കുറവായിരിക്കും. വെൻ ദ സൈസ് ഓഫ് പ്രോഗ്രാം ഈസ് റെഡ്യൂസ്ഡ് നാച്ചുറലി ദ സിൻടാക്സ് എറേഴ്സ് വിൽ ബി ലെസ് ഇൻ നമ്പർ. അല്ലേ? അതായത് പ്രോഗ്രാമിൻ്റെ സൈസ് കുറയുമ്പോൾ അതിനനുസരിച്ച് തന്നെ സിൻടാക്സ് എറേഴ്സും കുറയാനുള്ള ചാൻസ് ഉണ്ട്. ദ ചാൻസ് ഓഫ് ലോജിക്കൽ എറർ വിൽ ഓൾസോ ബി മിനിമൈസ്ഡ് because in a modularized program we need to concentrate only on one module at a time. അതുപോലെ ലോജിക്കൽ എറേഴ്സും വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം മോഡുലറൈസ്ഡ് പ്രോഗ്രാമിൽ നമ്മൾ ഒരു സമയം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു മൊഡ്യൂളിലായിരിക്കും. അപ്പോൾ ഇപ്പോൾ അഡീഷൻ ഓപ്പറേഷൻ നടക്കുമ്പോൾ അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത് അഡീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ അഡീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എറേഴ്സ് വരാനുള്ള ചാൻസ് അവിടെ ലെസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, റെഡ്യൂസസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ 2 പോയിന്റ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തില്ല, അതുമായി ബന്ധപ്പെട്ടതാണ് ഇവിടുത്തെ പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. സൈസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ പ്രോഗ്രാമിംഗിന്റെ കോംപ്ലക്സിറ്റി കുറയുന്നു. ഇഫ് യു പ്രോപ്പർലി ഡിവൈഡ് ദ പ്രോബ്ലം ഇൻ ടു സ്മോളർ കൺസെപ്ച്വൽ യൂണിറ്റ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് ലോജിക് ഫോർ ദി സൊല്യൂഷൻ വിൽ ബി സിംപ്ലർ. അല്ലേ? അതായത് ഈ ലാർജ് പ്രോഗ്രാംസിന് വളരെ കൃത്യമായിട്ടാണ് നമ്മൾ ഈ സ്മോളർ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ലോജിക്ക് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാനും ഈസി ആയിരിക്കും. അതാണ് പറയുന്നത് ഇറ്റ് റെഡ്യൂസസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. നെക്സ്റ്റ് വൺ, ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. എ ഫംഗ്ഷൻ റിട്ടൺ വൺസ് മേ ബി യൂസ്ഡ് ലേറ്റർ ഇൻ മെനി അതർ പ്രോഗ്രാംസ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാർട്ടിംഗ് ഫ്രം സ്ക്രാച്ച് ആൻഡ് ദിസ് റെഡ്യൂസസ് ദ ടൈം ടേക്കൻ ഫോർ എ പ്രോഗ്രാം ഡെവലപ്മെന്റ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ എഴുതി ആ സെയിം ഫംഗ്ഷൻ തന്നെ നമുക്ക് അടുത്ത പ്രോഗ്രാംസിനും എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. വീണ്ടും നമ്മൾ ആ ഫംഗ്ഷൻ വീണ്ടും റൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പകരം സെയിം ഫംഗ്ഷൻ തന്നെ നമുക്ക് മറ്റ് പ്രോഗ്രാംസിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതായത് പ്രോഗ്രാംസ് നമുക്ക് റീയൂസ് ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. അതിന് മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ദിസ് റെഡ്യൂസസ് ടൈം ടേക്കൻ ഫോർ പ്രോഗ്രാം ഡെവലപ്മെന്റ്. ഇങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ മോഡുലാർ പ്രോഗ്രാമിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ടൈം ടേക്കൻ. ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാനുള്ള ടൈം മോഡുലാർ പ്രോഗ്രാമിൽ വളരെ കുറവാണ്. ഡിമെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ഇപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്തു, ഇനി ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ, ദ പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് പ്രോബ്ലം ഈസ് എ ചാലഞ്ചിങ് ടാസ്ക്. ഈച്ച് സബ് പ്രോബ്ലം മസ്റ്റ് ബി ഇൻഡിപെൻഡന്റ് ഓഫ് അതേഴ്സ്. അല്ലേ? അതായത് പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ടാസ്ക് ആണ്. വലിയ പ്രോഗ്രാംസ് വരുമ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം.
സെക്കൻഡ് വൺ, കമ്പൈനിങ് മൊഡ്യൂൾസ് ടുഗദർ ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഇതുപോലെ മൊഡ്യൂൾസ് ഫൈനലി നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ഈ മൊഡ്യൂൾസ് എല്ലാം കമ്പൈൻ ചെയ്യണം. അതും ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയാണ്. നെക്സ്റ്റ് വൺ, അറ്റ്മോസ്റ്റ് കെയർ ഷുഡ് ബി ടേക്കൺ അല്ലെങ്കിൽ ഷുഡ് ബി ഗിവൺ വൈൽ സെറ്റിംഗ് ദ ഹയറാർക്കി ഓഫ് എക്സിക്യൂഷൻ ഓഫ് ദി മൊഡ്യൂൾസ്. അപ്പോൾ ഈ മൊഡ്യൂൾസ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഒരു ഓർഡറിലായിരിക്കും അല്ലേ. അപ്പോൾ ഏത് ഓർഡറിലാണെന്ന് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ സ്കൂൾ സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾ നമ്മൾ ആദ്യം പറഞ്ഞു. ഈ സ്കൂൾ സോഫ്റ്റ്വെയറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലേക്ക് പുതിയൊരു സ്റ്റുഡൻറ്റ് വന്നു എന്ന് വിചാരിക്കുക. പുതിയ സ്റ്റുഡൻറ്റ് അവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ നമ്മളെപ്പോഴും ഏത് ഫംഗ്ഷനാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഹയറാർക്കി സെറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം അതിനനുസരിച്ചായിരിക്കും ആ ഫംഗ്ഷൻ അവിടെ അല്ലെങ്കിൽ ആ പ്രോഗ്രാം അവിടെ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഫംഗ്ഷൻസ് ഇൻ C++ലെ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപ് എങ്ങനെയാണ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം പരിചയപ്പെടാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഈസി ആയിട്ടൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു കോഫി മേക്കിംഗ് മെഷീൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ഈ കോഫി മേക്കിംഗ് മെഷീൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ കോഫി മേക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ അല്ലേ. അതായത് ഇതെല്ലാം ഒരു പ്രത്യേക അനുപാതത്തിലായിരിക്കും കൊടുക്കുന്നത്. ചിലപ്പോൾ വാട്ടർ 60 ml ആയിരിക്കും, മിൽക്ക് വേണ്ടത് 70 ആയിരിക്കും. അപ്പോൾ ഓൾറെഡി ഈ മെഷീനിൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, അതായത് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഫൈനലി ഒരു റിസൾട്ട് കിട്ടുന്നു. ഇതിനെയാണ് ഒരു ഫംഗ്ഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും നമ്മുടെ ഫംഗ്ഷനായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പഠിക്കാം. ഇതെങ്ങനെയാണ്? ഉദാഹരണത്തിന് ഇവിടെ കപ്പ് ഈക്വൽ ടു മേക്ക് കോഫി, വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ ഇങ്ങനെ നമ്മൾ എഴുതി. അതായത് മേക്ക് കോഫി എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇവിടെയുണ്ട്. ഈ മേക്ക് കോഫി എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കോഫി ഉണ്ടാക്കും, നമുക്ക് കപ്പിലേക്ക് കോഫി ലഭിക്കും. ഇതൊരു ഫംഗ്ഷനായിട്ട് നിങ്ങൾ സങ്കല്പിക്കൂ. അതായത് മേക്ക് കോഫി എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഫംഗ്ഷൻ. മനസ്സിലായോ? ഈ ഫംഗ്ഷനിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ടില്ലേ അതിന് പറയുന്ന പേരാണ് എന്ത്? പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ മേക്ക് കോഫി എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് ആണ് വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ. മനസ്സിലായോ? അപ്പം ഇതൊക്കെയാണ്, അതായത് നമ്മുടെ ഫംഗ്ഷനിലേക്ക് നമ്മൾ പാരാമീറ്റേഴ്സ് കൊടുത്തു. പാരാമീറ്റേഴ്സ് കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. ഫംഗ്ഷൻ വർക്ക് ചെയ്ത ശേഷം ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് കോഫിയാണ്. ഇതാണ് നമുക്ക് ലഭിക്കുന്ന റിസൾട്ട്. മനസ്സിലായോ? മാത്രമല്ല ഈ റിസൾട്ടിന് നമുക്ക് എവിടെ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. ഉദാഹരണത്തിന് ഒരു കപ്പിൽ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം, ഒരു ഗ്ലാസ്സിൽ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. മനസ്സിലായോ? ഇനി അടുത്തതായിട്ട് നമുക്കൊരു ഫംഗ്ഷൻ പരിചയപ്പെടാം. അപ്പോൾ ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനിലേക്ക് നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് ആണ് 3, 5, 2, 6. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് അനുസരിച്ച് ഇവിടെ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യും. ഫൈനലി സി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമുക്ക് എന്ത് ലഭിക്കും? ഈ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ റിസൾട്ട് ലഭിക്കും. പിന്നെ ഒരിക്കലും ഫംഗ്ഷൻ എന്താണ്, അതുപോലെ തന്നെ ഫംഗ്ഷന്റെ പാരാമീറ്റേഴ്സ് എന്താണെന്നൊന്നും ആരും മറന്നു പോയില്ലല്ലോ. ഇവിടെ ഞാൻ പറയട്ടെ, പാരാമീറ്റേഴ്സ് ഇല്ലാത്ത ഫംഗ്ഷൻസും ഉണ്ടല്ലേ. എല്ലാ ഫംഗ്ഷൻസിന് പാരാമീറ്റേഴ്സ് വേണമെന്ന് നിർബന്ധമില്ല. പാരാമീറ്റേഴ്സ് ഇല്ലാത്ത ഫംഗ്ഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സി ഈക്വൽ ടു ആഡ് ഓഫ് 3, 5, 2, 6. ഈ പാരാമീറ്റേഴ്സിന് നമ്മൾ ഇങ്ങനെ എഴുതാം. അതായത് സി ഈക്വൽ ടു ആഡ് എന്ന് പറയുന്നതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻ നെയിം. ഇവിടെ കൊടുത്തിരിക്കുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? 3, 5, 2, 6 ഒക്കെയാണ് പാരാമീറ്റേഴ്സ്. ഫംഗ്ഷൻ ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ എ പ്രോഗ്രാം ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് ആസ് പാർട്ട് ഓഫ് ദി സൊല്യൂഷൻ. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. പ്രോഗ്രാമിലെ നമ്മൾ ഉപയോഗിക്കുന്ന നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഫംഗ്ഷന്റെ നെയിം എന്തായിരുന്നു? ആഡ്. അതുപോലെ ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി, ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. C++ provide rich collection of functions ready to be used for various tasks. C++ൽ നമ്മൾ ആദ്യം പരിചയപ്പെട്ടു 2 ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ, അതുപോലെ തന്നെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഇതിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസിന് തന്നെ നമ്മൾ റെഡി ടു ബി യൂസ്ഡ് എന്ന് പറയും. അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: the tasks to be performed by each of these are already written, debugged and compiled, and their definitions alone are grouped and stored in files called header files. അതായത് ഈ ഫംഗ്ഷൻസ് ഏതൊക്കെ ടാസ്ക് ആണ് പെർഫോം ചെയ്യേണ്ടതെന്ന് ഓൾറെഡി റിട്ടേൺ ആണ്, ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ആ ഫംഗ്ഷൻസ് എല്ലാം ഡീബഗ് ചെയ്ത് കമ്പൈൽ ചെയ്ത് എല്ലാം ഗ്രൂപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹെഡർ ഫയൽസിലാണ്. അപ്പം അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ, അങ്ങനെയുള്ള സബ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഓർ ബിൽഡ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്താണെന്ന് നോക്കാം. എവറിത്തിങ് റിലേറ്റഡ് ടു എ ഫംഗ്ഷൻ
such as the task to be carried out, the name and the data record are decided by the user and hence they are known as user defined functions. ഇവിടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെയുണ്ട്. അതായത് ഇവിടെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതായത് എന്ത് ടാസ്ക് ആണ് പെർഫോം ചെയ്യേണ്ടത്, ആ ഫംഗ്ഷന് നമ്മൾ കൊടുക്കേണ്ട നെയിം എന്താണ്, ഏതൊക്കെ ഡാറ്റാസ് ആണ് അതിന് ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഡിസൈഡ് ചെയ്യുന്നത് യൂസർ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഇന്ന് കവർ ചെയ്തത്. സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ക്ലാസ് മനസ്സിലായെങ്കിൽ അതും തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ. ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്